കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിധി അവിടെ നിന്ന് പോവാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട് സുധീഷ്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, എന്തായാലും നിങ്ങളെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ, എന്തായാലും നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഏതുവരെ പോകുന്നു നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഫോൺ വരുന്നത്. എന്തായാലും ഡൈവേഴ്സിൻ്റെ കാര്യത്തിൽ പേപ്പേഴ്സ് ശരിയാക്കാൻ വേണ്ടി പോവേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ അവർ വിളിച്ചിരിക്കുക, രണ്ടുപേരും ഒരുമിച്ച് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പോകണമെന്ന് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിധി. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സുബേഷ് പറയുക, എന്തായാലും എന്തിനാണ് നിങ്ങൾ പിരിയുന്നത്? ഈ വീട്ടിലാണെങ്കിൽ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും ഒരു മാറ്റമായി ഈ വീട്ടിലുണ്ടായത്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കുഞ്ഞിനെത്തിയായിട്ട് എപ്പോഴും ഈ വീട്ടിലുണ്ടാകണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, ഞാൻ എങ്ങനെയാ പറയുക, എനിക്ക് ആ രീതിയിൽ ഒരിഷ്ടവും എനിക്ക് തോന്നിയിട്ടില്ല സുധീഷിൻ്റെ അടുത്ത്. എന്തായാലും ഇനി അത് ഉണ്ടാവേയില്ല. ഞാനാണെങ്കിൽ ആ സമയത്ത് എന്നെ രക്ഷിച്ച ഒരാളെന്ന നിലയിലുള്ള ഒരു അടുപ്പം മാത്രമേ എനിക്ക് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സുധീഷ്. എന്നിട്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പിറങ്ങുമ്പോഴത്തേക്ക് നികേഷ് പറയുക, എന്താ കാര്യമെന്ന്. അങ്ങനെ അവിടെ അകത്ത് പറഞ്ഞ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്ന് നിധിയുടെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്നും ആർക്കും ഇതിനൊരു താല്പര്യമില്ല, എന്തിനാ ഇങ്ങനെ ഒരു ആവശ്യം ഇപ്പം ഇങ്ങനെ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത് അത്യാവശ്യമാണ്. ഞാനാണെങ്കിൽ എൻ്റെ കല്യാണം ഞാൻ അറിയാതെ സംഭവിച്ചതാണ്. പക്ഷേ എൻ്റെ കല്യാണം വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ വീട്ടുകാർക്ക്. എന്നാൽ അങ്ങനെയൊന്നും അല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അത്, സുധീഷിന് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സമയത്ത് നിധി പറയുന്നുണ്ട്, എന്തായാലും നാളെ നമ്മൾ പോവും, സംസാരിക്കും, എനിക്ക് എന്തോ വെച്ചാലും ഇതിനൊരു തീരുമാനമായേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സുധീഷും നിധിയും കൂടെ രണ്ടുപേരും കൂടെ പോവുകയാണ്. അങ്ങനെ വക്കീലിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ, അതോ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുന്നുണ്ട്, എനിക്ക് ഡൈവേഴ്സ് വേണം. കാരണം ചോദിച്ചപ്പോഴത്തേക്കും കാരണം ഒന്നും പറഞ്ഞില്ല, കാരണം രണ്ടുപേർക്കും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് വക്കീൽ, എന്താ നിങ്ങളുടെ തീരുമാനം? എനിക്ക് പിരിയണമെന്ന് ഒരാഗ്രഹമില്ല, പക്ഷേ ഡൈവേഴ്സ് വേണമെന്ന് ആഗ്രഹം അവക്ക പറഞ്ഞിട്ട് കേൾക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് രണ്ടുപേരും സംസാരിച്ച് കൗൺസിലിങ്ങിലൂടെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിധിയെയും കൂടെ വിളിച്ച് പറയുകയാണ്. എന്തായാലും ഒരാൾക്കല്ലേ തീരുമാനം ഉറച്ച് നിൽക്കുന്നുള്ളൂ, അടുത്തയാൾക്ക് അത് ഉറപ്പല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു കൗൺസിലിങ്ങിന് വിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും നിധിയാണെങ്കിൽ ദേഷ്യത്തോട് നോക്കുന്നുണ്ട് സുധീഷിനെ. എന്നിട്ട് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന സുധീഷിനെ കാണാൻ കഴിയുന്നേ. അങ്ങനെ രണ്ടുപേരും പോകുന്ന വഴിക്ക് പറയുക, ഇന്നാണെങ്കിൽ ഏതെങ്കിലും തീരുമാനം ആവുമായിരുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഒന്നും ആവാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷിന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ എത്തിച്ചതല്ലേ, അവൾക്ക് ഒരു വലിയ പങ്ക് ഇതിൽ തന്നെ ഉണ്ട്. എന്നാൽ എനിക്കിഷ്ടമില്ലാത്തത് ആയിരുന്നു ഈ പിരിയൽ. എന്നാലും അവൾ ആഗ്രഹിച്ചത്, അത് ഞാൻ എന്ത് ചെയ്യും ഇനി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സുധീഷും പോകുന്നുണ്ട്. അങ്ങനെ ഇതറിഞ്ഞ് ഭാസ്കരൻ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ വീട്ടിലെ ഒരു മരുമോള് വന്ന് കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളാണ്. പക്ഷേ ഇന്നൊരു ദുഃഖത്തിൻ്റെ ഒരു പ്രതീതിയായിരിക്കുക ഈ വീട്. അതിന് കാരണം നീയാ. മോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എൻ്റെ വീട്ടിലുള്ളവരെ എന്തുമാത്രം പ്രയാസപ്പെടുത്തിയിട്ട് എന്നറിയാവോ ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അവർ ഇന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെ. അതുകൊണ്ട് എനിക്ക് അവരെ അറിഞ്ഞ് ആ കല്യാണം അല്ലാതെ എല്ലാവരും അറിഞ്ഞൊരു കല്യാണം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എന്നെനിക്ക് ഒരുപാട് ചിന്തയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും സുധീഷ് ആദ്യമായിട്ട് താലി കിട്ടിയത് തന്നെയല്ലേ, അവനെ സ്നേഹിച്ച് പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടത് നിധിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ സുഭാഷും നിതീഷും എല്ലാവരും കൂടെ പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്,
വിഷമിക്കുകയൊന്നും വേണ്ട, എല്ലാം ശരിയാവും, പോയിട്ട് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിമിഷം അകത്തോട്ട് പോയിട്ട് വിളിക്കുന്നുണ്ട്, നിധി ചേട്ടത്തിയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, ഇതുപോലെ ഡൈവേഴ്സിന് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ, പക്ഷേ ഇത് വീട്ടിലാരും അറിയരുതെന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും ഇത് ചേച്ചി വീട്ടിൽ അറിയിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ഒന്നും ആവാതെ ഒന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു സുധീഷ് ചോദിക്കുക, ആരെയാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ചേട്ടത്തിയെ വിളിച്ചത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമല്ലോ, അതുപോലെ ഇതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചവൻ പറഞ്ഞ്, എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് വാങ്ങുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. എന്തായാലും ഓരോ കാര്യത്തിനും എപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതാണ് ചേട്ടത്തി, അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വീട്ടിലെ വിശേഷങ്ങളും എനിക്ക് അറിയണമല്ലോ, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോഴത്തേക്ക് ഒരു ഇഷ്ടമില്ലാത്തതുപോലെയല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ആ രീതിയിലുള്ള ഇഷ്ടമല്ല, ഒരു ഭർത്താവെന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മാറുമായിരിക്കും അല്ലേ എന്ന് നിധി പറയുകയും ചെയ്യുന്നുണ്ട്. സുധീഷ് അപ്പോഴത്തേക്കും പറയുക, ഇനി എന്നാ ഇതിന് മാറ്റം ഉണ്ടാവുന്നേ, ഇനിയാണെങ്കിൽ നമ്മൾ പിരിഞ്ഞിട്ടാണോ, എന്നിട്ട് എന്തിനാ പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കുകയും ചെയ്യല്ലേ എന്നിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സുധീഷ്. അങ്ങനെ എല്ലാവരും കൂടെ ഓരോരോ കാര്യങ്ങൾ പറയുക, നിധിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നിധി പറയുക, നിങ്ങളിതാരും ഇതുവരെ നിർത്തിയില്ലേ ഇതിൻ്റെ കാര്യം, ഞാൻ മറന്ന കാര്യമല്ലേ, എന്തായാലും ഇതൊക്കെ ചെറിയൊരു കാര്യമല്ലേ, എന്തിനാ ഇത് ഇത്രയും വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മോക്കത് തമാശയായിരിക്കും, പക്ഷേ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിഷമിക്കുകയൊന്നും ചെയ്യണ്ട, എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധിയാണെങ്കിൽ സങ്കടത്തോടെ നോക്കുകയും ചെയ്യുന്നു സുധീഷിനെ. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോഴും കളി പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുധീഷിനെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോഴാണെങ്കിൽ എപ്പം ഇതിൻ്റെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന സുധീഷിനെ കാണുന്നത്. എന്തായാലും സുഭാഷ് പറയുന്നുണ്ട്, ഇതിനൊരു മാറ്റം വരും, എന്തായാലും നേരെ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.